സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി ഒരു 6 മിനിറ്റ് ഉണ്ടാകും. 3 അതിഥികളും സഹകരിക്കണം. ശ്രീ കെ സി വേണുഗോപാൽ, ഇത്ര രൂക്ഷമായ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഇന്ന വകുപ്പ് വെച്ച് ചർച്ച ചെയ്യാൻ പാടൂ, ഇന്ന വകുപ്പ് വെച്ച് അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ ഇന്ന വകുപ്പ് വെച്ച് ചർച്ചയാകാം, ഇങ്ങനെയൊക്കെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജീവൽ പ്രശ്നമാണിത്. ഒരു വകുപ്പും വേണ്ട ജീവൽ പ്രശ്നം ചർച്ച ചെയ്യാൻ. നിങ്ങളുടെ ആർജവുമാണിപ്പോൾ സംശയാസ്പദമായിരിക്കുന്നത്. നിങ്ങൾ ഓരോ സാങ്കേതിക ന്യായം പറയുകയാണെന്ന്. ഇപ്പോൾ പുതുതായി നിങ്ങളുടെ മുന്നിൽ സർക്കാർ വെച്ചിരിക്കുന്ന ഉപാധി എന്താണ്? ഒരു വകുപ്പുമില്ലാതെ തുറന്ന ചർച്ചയ്ക്ക് തയ്യാർ. നാളെ പാർലമെൻറ്റിൽ ധർണയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അഭിമുഖീകരിച്ചുകൂടെ? എന്താണ് സർക്കാർ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കിക്കൂടെ? വേണു ഇതുവരെ ആകെ 2 പ്രാവശ്യം എൻ്റെ ഇതിലേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ സമയം അനുവദിക്കണം. ഞാൻ ക്ഷമിക്കണം. കാര്യം ഊഴം കുറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരു 150 ലക്ഷം കോടി ഡോളറാണ് ഇന്ത്യയുടെ GDP ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം രൂപയാണ് ഇന്ത്യയുടെ GDP ആയി കണക്കാക്കപ്പെടുന്നത്. 1.2 ലക്ഷം കോടി രൂപ ഇതിനു വേണ്ടി ദുർവ്യയം നടത്തി. സത്യത്തിൽ ഇതിനു വേണ്ടി ഈ ഒരു സ്കീം ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1% GDP അവിടെ തന്നെ കുറഞ്ഞിരിക്കുക. സത്യത്തിൽ ഈ നമ്മുടെ നാട്ടിൽ 100 രൂപ നോട്ട്, ഇപ്പം 2000 രൂപ നോട്ട് അങ്ങ് പറഞ്ഞു, 2000 രൂപ നോട്ട് കിട്ടിയാലും ആരും ചിലവാക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഏത് കടയിൽ കൊടുക്കാൻ പറ്റും? കടയിൽ കൊടുത്താൽ ബാക്കി ചില്ലറയുണ്ടോ? 100 രൂപ നോട്ട് ഒരു അമൂല്യ വസ്തുവായിട്ട് മാറ്റപ്പെട്ടു. കറൻസിക്ക് ഇത്രയേറെ കറൻസിയോട് മാന്യത കാണിക്കാത്തൊരു സർക്കാർ വേറെ ഉണ്ടായിട്ടുണ്ട്. ഈ ചോദ്യം ചോദിക്കാൻ ആദ്യത്തെ ദിവസം മുതൽ ഞങ്ങൾ ഉന്നയിച്ചത്, അങ്ങ് പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്, റൂൾ 56. കാരണം പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ സ്വാഭാവികമായിട്ടും ആരും ചർച്ച ചെയ്യാതെ സ്വമോട്ടോ ഒരു പ്രഖ്യാപനം നടത്തേണ്ടതായിരുന്നു. 8-ാം തീയതി അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നു, 16 പാർലമെൻറ്റ് തുടങ്ങുന്നു. അദ്ദേഹം വന്ന് പാർലമെൻറ്റ് മുമ്പാകെ ഇന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ ഗൗരവതരമായ സാഹചര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ലോകം പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നു, രാജ്യം പ്രതീക്ഷിച്ചതായിരുന്നു. നടത്തിയില്ല. പിന്നെ ഞങ്ങൾ റൂൾ 56 അനുസരിച്ച് പാവപ്പെട്ടവൻ്റെ പ്രശ്നം ഡീമോണിറ്റൈസേഷൻ റദ്ദ് ചെയ്യണമെന്നല്ല, ഈ പാവപ്പെട്ടവൻ്റെ പ്രശ്നം ചർച്ച ചെയ്യണം. അതൊരു വോട്ടെടുപ്പോടെയുള്ള ചർച്ച വേണം. ഗവൺമെൻറ്റിന് ഒരു സെൻഷർ ഉണ്ടാകണം. അതാണ് 56 ആവശ്യപ്പെടാൻ കാരണം. ഒരു സെൻഷർ ഗവൺമെൻറ് ഉണ്ടാകണം. ആ പ്രമേയം മൂവ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഉണ്ടല്ലോ, എന്തിനായിരുന്നു പിന്തോക്കം പോയത്? കുറച്ച് ദിവസം ഇതിന് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ വീണ്ടും താഴെ വന്നു. വേണു പറഞ്ഞ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ താഴെ വന്നു. ഇനി സെൻഷർ വേണ്ട. 184 സെൻഷർ ഇല്ല. 184 അനുസരിച്ച് ഒരു വോട്ടെടുപ്പോടുള്ള ചർച്ച. കാരണം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനോട് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് വ്യക്തമായി ഗവൺമെൻറ് ചില ഉത്തരം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ ആവശ്യപ്പെടുന്നു ഞങ്ങൾ. അതിനുവേണ്ടി 184 അനുസരിച്ച് ചർച്ച വേണമെന്ന് പറഞ്ഞു. എന്താ ഗവൺമെൻറ് സ്റ്റാൻഡ്? വോട്ടെടുപ്പോടുള്ള ചർച്ച പറ്റുന്ന പ്രശ്നമില്ല. 193 സാധാരണഗതിയിൽ എല്ലാ സെഷനിലും ഉണ്ടാകുന്ന 2-3 സബ്ജക്റ്റ് അനുസരിച്ചുള്ള 193 വേണമെങ്കിൽ ചർച്ച ചെയ്തോണ്ട് അവർ ഏകപക്ഷീയമായി 193 വെക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഈ കാര്യത്തിൽ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രശ്നമില്ല. ഇപ്പം വേണു ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചർച്ചയ്ക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളെല്ലാവരും. അതിന് എന്ത് വിട്ടുവീഴ്ച ചെയ്താലും ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സർക്കാരാണ് ചർച്ചയിൽ നിന്ന് ഒഴിച്ചുകൊണ്ട് ഇത്രയും മർമ്മപ്രധാനമായൊരു പ്രഖ്യാപനം, രാജ്യത്തിലെ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിലാക്കിയ ഏറ്റവും പ്രധാനമായിട്ടൊരു പ്രഖ്യാപനം പാർലമെൻറ്റിന് പുറത്തെട്ടാതെ നടത്തിയിട്ട് ആ പാർലമെൻറ്റിൽ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതാരും ആവശ്യപ്പെടല്ലോ, സ്വന്തമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ചിട്ടുള്ള കാര്യം അങ്ങനെന്താ കണക്കിലെടുക്കാത്തത്? പാർലമെൻറ്റിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ചോദ്യോത്തര വേളയിൽ മാത്രം വരികയാണ്. അത് ചോദ്യോത്തര വേളയിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം വരേണ്ടതാണ് സാങ്കേതികമായിട്ട്. അതിന് അദ്ദേഹം വരുന്നതല്ലാതെ ഒരു ചർച്ചയിലും പങ്കെടുക്കാൻ അദ്ദേഹം വന്നിട്ടില്ല. അപ്പോൾ ഈ പാർലമെൻറ്റിന് ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പുറത്ത് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുകയാണ്. എല്ലാ പൊതുയോഗങ്ങളിലും ഈ ഉന്നയിക്കുന്നവർ മുഴുവൻ കള്ളപ്പണക്കാരാണ്. ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നതെല്ലാം കള്ളപ്പണക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണോ ബംഗാളിൽ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്? അതാണോ പിന്നെ നേരത്തെ കുറഞ്ഞ ഗുജറാത്തിലെ പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്? കണ്ടുപിടിക്കട്ടെ. മിഷണറി ഗവൺമെൻറ് കയ്യില്ല. ആരാണോ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കട്ടെ, പുറത്തു കൊണ്ടുവരട്ടെ. പക്ഷേ സാധാരണക്കാരുടെ ചെലവിൽ വേണോ ഇത്? അതാണ് രാജ്യം ചർച്ച ചെയ്ത് 1 മാസക്കാലം. ആ ചർച്ച ശരിയായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ റിസർവ് ബാങ്കിൻ്റെ റിപ്പോ പ്രഖ്യാപനത്തിലൂടെ അടക്കം വന്നിരിക്കുന്നത് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? വേണു അത് വിസ്മരിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിലാക്കാനുള്ള ഉട്ടോപ്യൻ പരിഷ്കാരം തന്നെയായിരുന്നു ഇത് എന്നുള്ളത് വ്യക്തമാണ്. ശരി, ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ വി മുരളീധരന്റെ മറുപടിയോടെ വളരെ ശക്തമായ വിമർശനമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് മാറ്റം തന്നെ വളരെ വ്യക്തമാണ്.
പ്രതിപക്ഷം ആദ്യം പറഞ്ഞത് രാജ്യസഭയിൽ ചർച്ച വേണം. ആദ്യത്തെ ദിവസം ലോക്സഭ ഇല്ലായിരുന്നു, രാജ്യസഭ ചർച്ച ചെയ്തു, ഫുൾ ഡേ ചർച്ച ചെയ്തു. രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ പ്രതിപക്ഷത്തിന് തോന്നി ഞങ്ങളുടെ കയ്യിലുള്ള അമ്യൂണിഷൻ തീർന്നു, ഇനിയൊന്നും പറയാനില്ല, ഇത് എഫക്റ്റീവ് ആവുന്നില്ല. ഇത് വന്നപ്പോൾ ചർച്ച ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവർ തീരുമാനിച്ചു. അല്ലല്ല, ഞാൻ ഇടപെട്ടിട്ടില്ല. ശരിയാണ്. ഒറ്റ നിമിഷം. ശ്രീ കെ സി വേണുഗോപാൽ എന്താ പറഞ്ഞത്? സോറി, അല്ലല്ല, എന്തായിരുന്നു പറഞ്ഞത്? അമ്യൂണിഷൻ ഉണ്ടോ ഇല്ലത് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. അമ്യൂണിഷൻ ഇല്ലാത്തത് കൊണ്ട് അടുത്ത ദിവസം പറഞ്ഞു പ്രധാനമന്ത്രി വരണമെന്ന്. രാജ്യസഭയില് ലോക്സഭയിൽ ചർച്ച നടക്കുമ്പോൾ പ്രധാനമന്ത്രി വരണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മനസ്സിലാക്കാം. രാജ്യസഭയുടെ നേതാവായിട്ടുള്ള ധനകാര്യമന്ത്രി അവിടെയുണ്ട്, അദ്ദേഹം ഫുൾ ടൈം ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് പ്രധാനമന്ത്രി വരണം എന്നുള്ള ഒരു കാര്യമില്ലാത്ത, ഒരു ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യസഭ സമയം കഴിയുകയാണ്. ഒറ്റ കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി. ഇന്നിപ്പോ അദ്വാനി തന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിലെ കണക്കുകൾ എല്ലാവർക്കും അറിയാം. എന്ത് വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാലും ഈ ബി.ജെ.പിയുടെ സഖ്യകക്ഷികൾ മാറിയാൽ പോലും ബി.ജെ.പി ഇങ്ങനെ ഒരു സംഭവമില്ല. ശ്രീ കെ സി വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? അല്ല, ശ്രീ കെ സി വേണുഗോപാൽ ഞങ്ങളും പറയുന്നത് ബി.ജെ.പിക്ക് ഇത്രയേറെ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് എന്തിനീ ചർച്ച? ഉദ്ദേശിച്ചത് ഇതിനകത്ത് ബഹുമാനപ്പെട്ട അദ്വാനി അടക്കമുള്ള ആളുകൾ ഇന്ന് പറഞ്ഞത് ഭരണപക്ഷത്തിനെ അതാണ് നിങ്ങൾക്ക് മേലുള്ള ഒരു വലിയ ആക്ഷേപമായി അദ്വാനി പറഞ്ഞത്. പാർലമെന്റ് സ്തംഭനത്തിന്റെ കാര്യം പ്രശ്നം പരിഹരിക്കണം, അല്ലെങ്കിൽ എനിക്ക് പൊതുവായ വിമർശനം ഉന്നയിക്കേണ്ടി വരും. നിയമ ഭേദഗതിയിലൂടെയും ഇത് പരിഹരിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് വോട്ടെടുപ്പല്ല നടക്കേണ്ടത്. ഞാൻ ഇടപെടുകയാണ്. എനിക്ക് സമയം പൂർണ്ണമായും കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്, നാളെയും പാർലമെന്റ് പ്രക്ഷുബ്ധമായിരിക്കുമെന്ന്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.